ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് മഹാരാഷ്ട്രയിലെ ഒരു ഫേമസ് ആയ ഹിൽ സ്റ്റേഷനായ മാർത്തിരൻ എന്ന പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു 3:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. 4:10 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാബ് ഇപ്പോൾ എത്തും. അപ്പോൾ ഞാനും ഏട്ടനും വിഷ്ണുവേട്ടനും കൂടെയാണ് പോകുന്നത്. നമ്മൾ ക്യാബിന് പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ കത്രേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാബ് കിട്ടി. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റാണ്. 4:08 ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ടൈം കാണിക്കുന്നത്. ട്രെയിൻ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പം എന്തോ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഒരു കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഏട്ടനെ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കത്രേജിലെത്തിയപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളൊരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നേരാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അതൊരു 20 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ പോണ വഴി അടിപൊളിയായിരുന്നു. ഒരുപാട് വ്യൂ, നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പം വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരു 20 മിനിറ്റ് നമ്മൾ കത്രേജിൽ നിന്ന് നേരാലിലേക്ക് യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ നേരാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എത്തിപ്പോൾ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ മാത്രത്തേക്ക് വീണ്ടും ഒരു ഷെയർഡ് ക്യാബ് വിളിച്ചിട്ട് വേണം പോകാൻ. ഷെയർഡ് ക്യാബ് കിട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് ക്യാബ് കിട്ടി. ക്യാബിൽ കയറി ഇവിടെ നിന്ന് ഇനിയൊരു 1 അവർ ഇനി യാത്ര ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസായ മാർത്തിരൻ എന്ന പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതാണ് കാണേ. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അവിടെ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ റിക്ഷ വഴിയും പിന്നെ കുതിര സഫാരിയാണുള്ളത്. ഞങ്ങൾ കുതിര സഫാരിയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കുതിരമേൽ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാട് നടക്കാൻ പറ്റില്ല, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നടന്നു പോലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കുതിര തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ നല്ല ഫസ്റ്റ് ഒരു എക്കോ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എക്കോ പോയിന്റ് കണ്ട് അവിടെ നിന്ന് കുറേ എക്കോക്ക് ഉണ്ടാക്കി തിരിച്ചു വന്നു. അടുത്തൊരു ലേക്ക് വ്യൂ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ധൈര്യത്തോടെ ഇരിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അതിങ്ങനെ കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ വല്ലാണ്ട് ചെറുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പക്ഷേ ഭയങ്കര പ്രൊഫഷണലാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുതിരേൻ്റെ മുകളിലൊരു 4-5 കിലോമീറ്റർ ഫുള്ള് കവർ ചെയ്തു. ഒരു 5-6 പോയിൻറ്റ്സൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊട്ടിയോ? പൊട്ടി? അത് ഞാൻ കണ്ടില്ലല്ലോ. എന്നെ അങ്ങോട്ട് പൊട്ടണം കേട്ടാ. പൊട്ടി 2 പൊട്ടി ഏട്ടാ. 2 പൊട്ടി നമുക്ക് പൂട്ടിട്ടു. You need to focus. Come on, Harry. Oh shit. Come on, we need fruity. പൊട്ടിക്കോ? ടെൻഷൻ ഉണ്ടോ? കൂൾ ഡൗൺ. Calm down. ഫ്രൂട്ടിയൊക്കെ കിട്ടി. ഞങ്ങളൊരു മ്യൂസിയത്തിലാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ശിവാജീൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കൊരു ടോയ് ട്രെയിൻ വിളിച്ച് പോവുകയാണ്. ഞങ്ങൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെത്തി. മാർത്തിരം റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾ ടോയ് ട്രെയിൻ പിടിച്ചിട്ടാണ് എൻട്രൻസിലേക്ക് പോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ടോയ് ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ടോയ് ട്രെയിനിലൊക്കെ കയറി. 3:15 അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അത്ര രസമൊന്നുമില്ലായിരുന്നു. മെല്ലെ ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ ചെറിയൊരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫസ്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ നിന്ന് 1 hour ആയിരുന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എൻട്രൻസിലേക്ക്. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിലെത്തി അവിടെ നിന്ന് ഇനി കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു ഇറങ്ങണം.
നമുക്ക് 3 hours 4 hours ട്രാവൽ ഉണ്ട് റിട്ടേൺ എത്താൻ വേണ്ടിയിട്ട്. അപ്പം അമൻ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനായിരുന്നു നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, നേരെ റിട്ടേൺ അടിച്ചു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.